ഹായ്, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു കൂളർ പരിചയപ്പെടുത്താനാണ്. ഇപ്പോൾ നമ്മൾ ചൂടൊക്കെ ആണല്ലോ, ചൂടൊക്കെ കൊണ്ട് വളരെയധികം ചൂടൊക്കെ വന്ന് ഇപ്പോൾ എ സി മേടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും മുതലാവണില്ല. നമ്മൾ സാധാരണക്കാർക്ക് അല്ലാന്നുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളറാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. എ സിയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ കൂളർ വളരെ ബഡ്ജറ്റ് കുറവാണ്. പക്ഷേ എ സിയുടെ പോലെ എല്ലാ കൂളർ വേറെ എ സി വേറെ രണ്ട് പ്രവർത്തനമാണ് അതിൽ. എ സിയുടെ അത്ര തണുപ്പ് കിട്ടുമെന്ന് ചോദിച്ചാൽ എ സിയുടെ അത്ര തണുപ്പ് കിട്ടില്ല. എന്നാൽ ഒരു ഫാൻ കറങ്ങുന്നതിൻ്റെ 3 ഇരട്ടി തണുപ്പ് നമുക്ക് കൂളറിൽ നിന്ന് ലഭിക്കും. അത്രേ വ്യത്യാസമുള്ളൂ. പിന്നെ എ സി എന്ന് പറയുമ്പോൾ വേറൊരു തരത്തിലുള്ള മെക്കാനിസവും ടെക്നിക്കാണ് ഇതിൽ വർക്ക് ചെയ്യണം. കൂളർ എന്ന് പറയുമ്പോൾ നമ്മളതിൽ ജലം ബാഷ്പീകരിച്ച്, അതായത് ജലത്തിനെ നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് അതൊരു തണുത്ത ഒരു ഇതായിട്ട് നമ്മളിലേക്ക് ഫാനിന് വഴി നമ്മളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം, അതാണ് നമ്മൾ കൂളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കൂളറുകൾ നമുക്ക് വിപണിയിലുണ്ട്. അപ്പോൾ കൂളറുകളെ നമുക്ക് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പേഴ്സണൽ കൂളർ, ടവർ കൂളർ, പിന്നെ ഡെസേർട്ട് കൂളർ. ഈ ഡെസേർട്ട് കൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫംഗ്ഷൻ, മാരേജ് ഫംഗ്ഷനൊക്കെയാണ് മെയിൻ. മാരേജ് ഫംഗ്ഷൻ അതേപോലെ അത്യാവശ്യം ഒരു വലിപ്പം കൂടിയ ഒരു കൂളർ, നമുക്കതിൽ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂളറാണ് ഡെസേർട്ട് കൂളർ. അതായിരിക്കും സൗണ്ട് വളരെ കുറവായിരിക്കും. സൗണ്ട് ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ ഡെസേർട്ട് കൂളറിനായിരിക്കും. ഈ പേഴ്സണൽ കൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ കൂളറിൽ ബ്ലോവറാണ് ഉപയോഗിച്ചാണ് നമുക്ക് കാറ്റ് പുറത്തേക്ക് തള്ളിവിടുന്നത്. അതുകൊണ്ട് തന്നെ സൗണ്ട് ഇത്തിരി കൂടുതലായിരിക്കും പേഴ്സണൽ കൂളർ. നമുക്ക് പൊതുവെ ഒരാൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പേഴ്സണൽ കൂളർ ഉപയോഗിക്കുന്നത്. ഒന്നതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിക്ക് യൂസ് ചെയ്യാനായിട്ട് ടവർ കൂളറോ അല്ലെങ്കിൽ ഡെസേർട്ട് കൂളർ എടുക്കാം. ഡെസേർട്ട് കൂളർ എന്ന് പറഞ്ഞാൽ ഒരു 10,000 തൊട്ട് നമുക്ക് ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കൂളർ നമുക്ക് എടുക്കാം. ടവർ കൂളറാണെന്നുണ്ടെങ്കിൽ ഒരു 7,000 തൊട്ട് ഒരു 10,000-നുള്ളിൽ ഒരു നല്ലൊരു ടവർ കൂളർ നമുക്ക് മേടിക്കാവുന്നതാണ്. പേഴ്സണൽ കൂളർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4,000 തൊട്ട് 4,000, 5,000, 6,000, 7,000 ഒക്കെ തൊട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. ലിറ്ററിനനുസരിച്ചിട്ട് ബ്രാൻഡിനനുസരിച്ച് ലിറ്ററിനനുസരിച്ചും കൂളറിൻ്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സിംഫണിയിൽ കൂളർ എടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ സിംഫണിയിൽ ഒരുപാട് തരത്തിലുള്ള കൂളറുകൾ നമുക്കിങ്ങനെ ഇതായിട്ട് തോന്നി. അങ്ങനെ സിംഫണിയിൽ 2 നമ്മുടെ ടവർ കൂളറും ടൈപ്പുള്ള 35 ലിറ്ററിൻ്റെയും 12 ലിറ്ററിൻ്റെയും കൂളർ എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ സിംഫണിയുടെ 12 ലിറ്ററിൻ്റെ കൂളർ എടുക്കാമെന്ന് വെച്ചു. 12 ലിറ്ററിൻ്റെ കൂളിന് ഏകദേശം ഒരു 5,000 സംതിങ് ആണ്ടാവുന്നില്ല. അപ്പോൾ റേറ്റ് കുറവാണല്ലോ എന്ന രീതിയിൽ നമ്മൾ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അത് എടുക്കാമെന്ന് വെച്ച് തീരുമാനിച്ചു. അന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ മനസ്സ് മാറി. അത് കഴിഞ്ഞിട്ട് 35 ലിറ്ററിൻ്റെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ 35 ലിറ്ററിൻ്റെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ബുക്ക് ചെയ്യാമെന്ന് വെച്ചപ്പോൾ 35 ലിറ്ററിൻ്റെ ബുക്കിങ്ങിൻ്റെ സർവീസ്, അതായത് ട്രാവലിംഗ് സർവീസ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അത് പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് 3D കൂളറിലേക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മാറണം. അതിന് റേറ്റ് ഇത്തിരി കൂടുതലാണ്. അങ്ങനെ നമ്മൾ 3D കൂളർ എടുക്കാമെന്ന് വെച്ചപ്പോൾ അപ്പോഴും പല വേരിയൻറ്റുകളിലുള്ള 3D കൂളർ ഉണ്ട്. വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിറ്ററിനനുസരിച്ചിട്ട് കൂളറുകൾക്ക് പല വേരിയൻ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ മോട്ടറുകളും ബാക്കിയുള്ളതൊക്കെ എല്ലാം സെയിമാണ്, കാണാനും ഒരേപോലെ. പിന്നെ ഹൈറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓരോ ലിറ്ററിനനുസരിച്ച് വരുമ്പോൾ ഹൈറ്റുകൾക്ക് പല ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 3Dയിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലിറ്റർ ഉണ്ട്, 30 ലിറ്റർ ഉണ്ട്, 40 ലിറ്റർ ഉണ്ട്, 55 ലിറ്റർ ഉണ്ട്. ഇങ്ങനെ വേരിയൻറ്റുകളിലാണ് വരാൻ. 20 ലിറ്ററിൽ പോപ്പപ്പ് മാത്രമേ ഉള്ളൂ, റിമോട്ട് ഇതിലില്ല. ബാക്കി എല്ലാ ലിറ്ററുകളിലും റിമോട്ടും പോപ്പപ്പും എല്ലാം അവൈലബിൾ ആണ്. ഈ 55 ലിറ്ററിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോപ്പപ്പ് ഓട്ടോമാറ്റിക്കാണ്. അതായത് നമ്മൾ കൂളർ ഓൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് കൂളറിലേക്ക് എത്തുന്ന സമയത്ത് പോപ്പപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തി വരുന്നതാണ്. ബാക്കിയുള്ള ലിറ്ററുകളിലൊക്കെ ജസ്റ്റ് നമ്മൾ മാനുവലി പോപ്പപ്പ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ എടുത്താണിത് 30 ലിറ്ററിൻ്റെ 3D കൂളറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ടവർ 3D കൂളറാണ് ഇതിൻ്റെ എടുത്തിരിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 30 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി. കൂളറിൻ്റെ വാട്ട്സ് 140 വാട്ട്സാണ്. 3 സ്പീഡിൽ നമുക്ക് ഫാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഹൈറ്റ് 95 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് സിംഫണിയിൽ ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയൊരു സാധനം എന്ന് പറയാനായിട്ട്, അതായത് ബെറ്ററായിട്ട് നമുക്ക് തോന്നിയതെന്ന് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ ഫിൽട്രേഷനാണ്. 5 തരത്തിലുള്ള ഫിൽറ്റർ വഴിയിട്ടാണ് നമുക്ക് ഇതിനെ എയർ ഫിൽട്ടർ ചെയ്ത് നമ്മുടെയിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ഈ കൂളറിൻ്റെ കൂടെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളാണ് കൂളറിൻ്റെ കൂടെ വരുന്നത്. 4
4 വീലുണ്ട്. വീലിനോട് ചേർന്ന് വീല് ഘടിപ്പിക്കാനുള്ളൊരു ഇതും കൂടി ഉണ്ട്. ഇതിന് കൂടെ 4 സ്ക്രൂ കിട്ടിയിട്ടുണ്ട്. ഈ 4 സ്ക്രൂ വെച്ചിട്ടാണ് ഈ വീല് ഇത് കൂളറിന് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂളർ എന്ന് പറയാനായിട്ട് ഇതാണ്. ഇപ്പോൾ നമ്മളെടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കൂളർ ഇപ്പോൾ തല കുത്തിയിട്ടാണ് വെച്ചാണ്. നമ്മളിനി സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ പാക്കൊക്കെ ചെയ്ത് കവറിലൊക്കെ ആക്കിയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഇത് അടിവശമാണ് ഇതിൻ്റെ കൂളറിൻ്റെ. അപ്പോൾ നമ്മളിത് കൂളറിൻ്റെ സാധനം സെറ്റ് ചെയ്യാൻ പോകണം. ഇത് നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് സ്ക്രൂ വെച്ചിട്ട് വരുന്നത്. ഈ ഒരു വീല് ഇതിലേക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് വയ്ക്കും. ഇത്രയുള്ള പരിപാടി. ജസ്റ്റ് വീല് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി. അപ്പോൾ നമുക്ക് 4 നമുക്കൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും. ടയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയാനായിട്ട് വാട്ടർ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലെ വെള്ളം നമുക്ക് ഉപയോഗത്തിന് ശേഷം നമുക്ക് എന്താ പറയുക കളഞ്ഞ് പുതിയ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളാണ് ഇത് കൊടുത്തത്. റബ്ബറിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട് റബ്ബറിൻ്റെ ഒരു ബുഷ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കൂളറിൻ്റെ മൊത്തത്തിലുള്ള അടിവശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കൂളർ ഒന്ന് തിരിച്ചു വയ്ക്കാം. ഇതാണ് കൂളറിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ കൂടെ റിമോട്ട് വരുന്നുണ്ട്. റിമോട്ട് നമുക്ക് പുറത്തെടുക്കും. റിമോട്ടിൽ ബാറ്ററി ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്ക്രീനാണ്. സ്ക്രീൻ അടച്ചു വയ്ക്കാൻ നമ്മൾ കൈ കൊണ്ട് നിർത്തേണ്ടി വരും. ഇതാണ് കൂളറിൻ്റെ വിൻഡ് വരുന്നത്. ഇത് ഒഴിക്കാനുള്ള വരുന്നത് 2 പിൻ ചാർജാണ് അതിനോട് വരുന്നത്. ട്രാൻസ്ഫർ കാണിക്കുന്നുണ്ട്. ഇതിൽ കാണിക്കുന്നത് പറയാനായിട്ട് ഇൻഡിക്കേറ്റർ എന്ന് പറയാനായിട്ട് വാട്ടറില്ലാത്ത ഇൻഡിക്കേറ്റർ നമുക്ക് കാണാം. കാരണം ഇത് കുറയ്ക്കാനായിട്ട് ഓൺ ചെയ്യുന്ന ഹൈ ലെവൽ സ്പീഡെന്ന് വരാം. ഇതൊക്കെ എന്ന് പറയാനായിട്ട് നമുക്ക് വെള്ളമില്ലാത്തതിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇതിൽ ഇപ്പോൾ നമുക്കിതിൽ വെള്ളം ഒഴിച്ചു നോക്കാം.
ഓഫ് ചെയ്ത് ഇപ്പോൾ വെള്ളം വീണുകൊണ്ടിരിക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ക്ലോസ് ചെയ്ത് വയ്ക്കാനും അപ്പ് ചെയ്ത് വയ്ക്കാനും നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആണത്. റിമോട്ട് വരുന്നത് റിമോട്ട് അല്ല, ഭയങ്കര സിമ്മാണ്. ഇതിനോട് ബാറ്ററി ഉണ്ടാവില്ല. ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ പവർ ബട്ടൺ, പിന്നെ കൂളിംഗ് ബട്ടൺ, പിന്നെ ഫാൻ, പിന്നെ സ്വിമ്മിങ്ങിൻ്റെ ഓപ്ഷൻ, ടൈമർ, ഇത് മാത്രമാണ്. ഇത് നമുക്കിത് മാഗ്നറ്റിക്കാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെ റിമോട്ട് വയ്ക്കേണ്ട കാര്യമില്ല. കറക്റ്റ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേണ്ട, മാഗ്നറ്റിക്കായിട്ട് അവിടെ വന്നോളൂ. ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അതിൽ. ഇതാണ് നമ്മുടെ വാട്ടർ ഒഴിക്കുന്നത്. ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഡിജിറ്റൽ മീറ്റർ വരുന്നത്. ഇതിൽ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് കണ്ടോ, അത് നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസാണ് ഈ ഇരിക്കുന്നത്. ഓൺ ചെയ്യുമ്പോൾ വരുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളിവിടെ ഓൺ ചെയ്യുമ്പോൾ വരുന്ന ഡിസ്പ്ലേ. ഇത് നമ്മൾ ടച്ചാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഓൺ ചെയ്യണ വയ്ക്കുമ്പോൾ നമ്മുടെ ഫാൻ വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഫാൻ കുറയ്ക്കാനായിട്ട് ടച്ച് സ്പീഡ് കുറഞ്ഞു വരുന്നു, അടുത്തതിൽ ഓഫ് ആയിരിക്കുന്നു. അതിന് ശേഷം നമ്മൾ വീണ്ടും ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നു. ഇതെന്ന് പറയാനായിട്ട് വാട്ടർ, അതായത് കൂളിങ്ങിൻ്റെ ഫംഗ്ഷൻ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ വെള്ളം ചാടുന്ന സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇതെന്ന് പറയാനായിട്ട് ഇത് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് ഇത് ടൈമർ സെറ്റ് ചെയ്യാൻ. ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ, 2 മണിക്കൂർ, പിന്നെ 3 മണിക്കൂർ. 3 മണിക്കൂർ എന്ന് കാണിക്കുന്നത് ഈ രണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് 3 മണിക്കൂർ കാണിക്കുക. പിന്നെ 4 മണിക്കൂർ, 4 കഴിഞ്ഞാൽ പിന്നെ 4ഉം 1ഉം കൂടി ഇവിടെ വരും. പിന്നെ അത് കഴിഞ്ഞാൽ 4, 2, അങ്ങനെ 6 മണിക്കൂർ. മൊത്തം നമുക്ക് 7 മണിക്കൂർ കൂടെ ടൈം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് 7 മണിക്കൂർ നമുക്ക് ടൈമർ വയ്ക്കുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആകും. ഇപ്പോൾ നമ്മുടെ വാട്ടർ വീഴുന്ന സൗണ്ട് നമുക്ക് ഇവിടെ ഇത് എന്ന് പറയാനായിട്ട് ഇൻഡിക്കേറ്ററാണ്. വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ കംപ്ലൈൻ്റ് ആവും. നമ്മുടെ കൂളറിന് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് വെച്ചാൽ മോട്ടർ കംപ്ലൈൻ്റ്, അതായത് വെള്ളത്തിൻ്റെ അംശം വെള്ളം കുറയുന്ന സമയത്ത് മോട്ടർ കംപ്ലൈൻ്റ് ആകും. കാരണം വെള്ളം ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടർ ഓട്ടോമാറ്റിക്കായി എയർ വലിച്ച് ചൂടായിട്ട് കംപ്ലൈൻ്റ് ആകും. അത് വരാണ്ടിരിക്കാനായിട്ട് ഇവിടെ വാണിംഗ് വരുന്നുണ്ട്. അതായത് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാണിംഗ് കാണിക്കാനുള്ള. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ വാണിംഗ് കാണിക്കില്ല. ഇപ്പോൾ വെള്ളം വർക്ക് ചെയ്യും, മോട്ടർ വർക്ക് ചെയ്ത് നമ്മൾ ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്യുന്നത്. ലെവൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞ് ഇതിൻ്റെ സൈഡ് ഭാഗത്താണ് ഇതിൻ്റെ വാട്ടർ ലെവൽ, അത് ബാക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നിട്ടാണ് ഇതിൻ്റെ വാട്ടർ ലെവൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്.
വെള്ളം നിറഞ്ഞ് പോകാനായിട്ട് ഒരു ഓവർഫ്ലോ കൂടി ഇതിന് കൊടുത്തിരിക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് മോട്ടറിലേക്ക് ഫാനിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കൂടുതൽ വെള്ളം വരുമ്പോൾ പുറത്തേക്ക് ചാടി പോകാനായിട്ട് ഒരു ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വീലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കെയർ ചെയ്ത് ആർക്ക് വേണമെങ്കിലും ഏതൊരാൾക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് എവിടേക്ക് വേണമെങ്കിലും നീക്കി വയ്ക്കാനും എല്ലാത്തിനും നമുക്ക് സൗകര്യമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും ഈ ചാനൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര